എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി ഹെൽത്തി സ്പേസ് യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഒത്തിരി ആളുകൾ നിരന്തരം വിളിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പ്രമേഹ രോഗികൾക്ക്, പ്രമേഹത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ഏതെല്ലാം പഴവർഗ്ഗങ്ങളാണ് കഴിക്കാനൊക്കുക? ഏത് ചികിത്സകൻ്റെ അടുത്ത് ചെന്നാലും അവർ പറയുന്നത് അരി ഭക്ഷണം കഴിക്കരുത്, ഗോതമ്പ് കഴിച്ചോളാനാണ്. അപ്പോൾ ഏതൊക്കെ ഫ്രൂട്ട്സുകളാണ് സാറേ ഞങ്ങൾക്ക് കഴിക്കാനൊക്കുക എന്ന് ചോദിച്ചുകൊണ്ട് ഒത്തിരി ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുള്ള മറുപടിയാണ് ഇന്ന് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരു 5 പേരെ നാം പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു 4 പേരെ നാം പരിശോധിക്കുമ്പോൾ അതിൽ ഒരു പ്രമേഹത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന വ്യക്തി ഉണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഏതൊക്കെ പഴവർഗ്ഗങ്ങൾ ഇത്തരം പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് കഴിക്കാനായിട്ട് പറ്റും എന്നാരും പറയുന്നില്ല എന്നതാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ പ്രമേഹം എന്ന് പറയുന്നത് ഒരു അസുഖമായിട്ട് നാം കാണേണ്ടതായിട്ടില്ല. പ്രമേഹം ജീവിതശൈലി കൊണ്ട് വരുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസായിട്ട് മാത്രം നമ്മളതിനെ കാണുക. പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, പ്രമേഹത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ നാം നിത്യവും കഴിക്കുന്ന ആഹാരത്തിൻ്റെ കൂട്ടത്തിൽ പഴവർഗ്ഗങ്ങൾ ചേർത്ത് കഴിക്കുമ്പോൾ ഷുഗർ ലെവൽ കൂടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ കലോറി കുറച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ അകത്തേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെ അളവ് കുറച്ച് മാത്രം നാം കഴിക്കുക. ഇത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അധികം ആളുകളും മധുരമുള്ളവയാണ് അധികവും ഫ്രൂട്ട്സ്, പഴങ്ങൾ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മുന്നിൽ കൊണ്ടുവെക്കുമ്പോൾ ഒരു കപ്പിന് പകരം 2 കപ്പ് 3 കപ്പൊക്കെ ഒരേ സമയം കഴിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇത് തികച്ചും ഗ്ലൂക്കോസിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ വർദ്ധിക്കാനായിട്ടുള്ള സാധ്യത കൂട്ടുകയാണ് ചെയ്യുക. ഇനി ഇത്തരം പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക്, എന്ന് പറഞ്ഞാൽ പ്രമേഹത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് കഴിക്കാനായിട്ട് ഏറ്റവും നല്ല ഫ്രൂട്ട്സ് ഏതാണ്? നമ്പർ 1, നമ്മുടെ കൃഷിയിടങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ധാരാളമായി കണ്ടുവരുന്ന പപ്പായ എന്ന് പറയുന്ന ഫ്രൂട്ട്സ് തന്നെയാണ്. ഇതിന് പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഓമയ്ക്ക എന്ന് പറയുന്നവരുണ്ട്, കർമൂസ എന്ന് പറയുന്നവരുണ്ട്. ഈ പപ്പായയാണ് പ്രമേഹത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് കഴിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല ഫ്രൂട്ട്സ്. എന്തുകൊണ്ടാണ് പപ്പായയാണ് ഏറ്റവും നല്ല ഫ്രൂട്ട്സ് പ്രമേഹ രോഗികൾക്ക് കഴിക്കാനായിട്ട് നല്ലതെന്ന് പറയാനുള്ള കാരണം, ഒരു കപ്പ് പപ്പായ ഒരാൾ കഴിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ 25-30% മാത്രമേ ഷുഗറിൻ്റെ അളവ് എത്തുന്നുള്ളൂ. എന്നാൽ നാം നിത്യവും കഴിക്കുന്ന അരിയാഹാരമാണെങ്കിൽ ഒരു കപ്പ് അരിയാഹാരം നാം കഴിക്കുമ്പോൾ ഏകദേശം 350 ഗ്രാം ഷുഗറിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിലെത്തുന്നു. നമ്പർ 2, ഇത്തരം പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് കഴിക്കാനായിട്ട് ഏറ്റവും നല്ല ഫ്രൂട്ട്സ്, രണ്ടാമത്തെ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടുമുറ്റത്തും അതുപോലെ തന്നെ നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ ധാരാളമായി കണ്ടുവരുന്ന പേരക്കയാണ്. എന്തുകൊണ്ടാണ് പേരക്ക ഏറ്റവും നല്ലതാണ് എന്ന് പറയാനുള്ള കാരണം, ഇതിനകത്ത് ഗ്ലൂക്കോസിൻ്റെ അളവ് താരതമ്യേന വളരെ കുറവാണ്. മൂന്നാമതായിട്ട് നമ്മുടെ ഇത്തരം പ്രയാസം അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് കഴിക്കാൻ ഏറ്റവും നല്ല ഗ്ലൂക്കോസിൻ്റെ അളവ് കുറവുള്ള, നമ്മുടെ നാടുകളിൽ അത്ര തന്നെ സുലഭമല്ലാത്ത, ലഭ്യമല്ലാത്ത അന്യ സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന ഒരു പഴമാണ് കിവി എന്ന് പറയുന്ന പഴം. ഇതും പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ ഏറ്റവും നല്ല ഒരു ഫ്രൂട്ട്സിൻ്റെ ഇനത്തിൽപ്പെടുന്ന അത് തന്നെയാണ്. താരതമ്യേന ഗ്ലൂക്കോസിൻ്റെ അളവ് വളരെ കുറവാണ് ഈ ഫ്രൂട്ട്സിൽ ഉള്ളത്. നാലാമതായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ് നമ്മുടെ നാടുകളിൽ സുലഭമായി ലഭിക്കുന്ന നേന്ത്രപ്പഴം. പക്ഷേ ഇത് കഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, എന്താണെന്നറിയാവോ? ഇത് അധികം പഴുക്കാൻ പാടില്ല. ഒരു മീഡിയം ലെവൽ പഴുപ്പോട് കൂടിയ നേന്ത്രപ്പഴം അമിതമാകാതെ പ്രമേഹത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇനി 5ാമതായിട്ട് ഇത്തരം പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ്, നമ്മുടെ നാടുകളിലൊക്കെ ഇതിന് കൈതച്ചക്ക അഥവാ പൈനാപ്പിൾ എന്ന് പറയുന്ന ഫ്രൂട്ട്. ഇത് ഒരു കപ്പ് കഴിക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ ഏകദേശം
ഒരു 25 ഗ്രാം ഷുഗറിൻ്റെ അംശമേ വരുന്നുള്ളൂ. അപ്പോൾ ഒറ്റ നേരം കൊണ്ട് കഴിച്ചു തീർക്കുന്നതിന് പകരം പല പ്രാവശ്യമായി ഇത്തരം ഫ്രൂട്ട്സുകളൊക്കെ ഈ പ്രയാസം അനുഭവിക്കുന്നവർക്കും കഴിക്കാവുന്ന. ആറാമതായിട്ട് മുസമ്പി കഴിക്കാം. അതുപോലെ തന്നെ നമ്മുടെ നാടുകളിൽ കിട്ടുന്ന ഓറഞ്ച് കഴിക്കാം. പക്ഷേ ഇതിൻ്റെ കലോറി അകത്തേക്ക് കൂടുതൽ ഡിപ്പോസിറ്റ് ചെയ്യാതെ ആവശ്യാനുസരണം ഈ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് കഴിക്കാവുന്നതാണ്. നമ്പർ 7, ഏഴാമതായിട്ട് ഒരുപാട് ആളുകൾക്ക് സംശയമുള്ളതാണ്. ഞാൻ ഈ 10 വർഷമായിട്ട് പ്രമേഹത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാറില്ല എന്നാണ് പറയാം. അതൊന്നും ഭയപ്പെടേണ്ടതില്ല. ഏഴാമതായിട്ട് നമ്മുടെ നാടുകളിൽ കിട്ടുന്ന നാടൻ ചെറുപഴങ്ങളൊക്കെ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഞാലിപ്പൂവൻ ഉണ്ടാവും, മൈസൂർ പൂവൻ ഉണ്ടാവും. അങ്ങനെയുള്ള ഇനങ്ങളൊക്കെ മിതത്വം പാലിച്ചുകൊണ്ട് ഈ പ്രയാസം അനുഭവിക്കുന്നവർക്കും ധൈര്യത്തോടുകൂടെ കഴിക്കാവുന്നതാണ്. നമ്പർ 8, എട്ടാമതായിട്ട് ഏത് ഫ്രൂട്ട്സാണ്, ഏത് തരം ഫ്രൂട്ട്സുകളാണ് പ്രമേഹത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റുന്നത്? നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ 2-3 തരം ആപ്പിളുകൾ വരുന്നുണ്ട്. അതിനകത്ത് ഗ്രീൻ ആപ്പിൾ എന്ന് പറയുന്ന പച്ച നിറത്തിലുള്ള ഒരു ആപ്പിളും കൂടെ വരുന്നുണ്ട്. ഇതിനകത്ത് താരതമ്യേന ഗ്ലൂക്കോസിൻ്റെ അളവ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഗ്രീൻ ആപ്പിൾ വിഭാഗത്തിൽപ്പെടുന്ന ആപ്പിളും ധൈര്യത്തോടുകൂടെ പ്രമേഹത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് മിതത്വം പാലിച്ചുകൊണ്ട് കഴിക്കാവുന്നതാണ്. ഒരു കാരണവശാലും ഭയപ്പെട്ട് കഴിക്കാതിരിക്കേണ്ട കാര്യമില്ല. നമ്പർ 9, ഒരാൾ എഴുതി എന്നോട് ചോദിച്ചതിനുള്ള മറുപടിയാണ്. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്, ഞാനൊരു നല്ല കൃഷിക്കാരനാണ്, ഞാൻ പ്രമേഹത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്, എനിക്ക് മാമ്പഴം കഴിക്കാവോ എന്നാണ്. നമുക്കറിയാം, മാമ്പഴം എന്ന് പറയുന്നത് നന്നായി പാകമായാൽ ഏറെ മധുരമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നാം അറിയാതെ കൂടുതൽ കഴിക്കാനായിട്ട് ശ്രമിക്കും. മാമ്പഴത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് വളരെ കൂടുതലുമാണ്. മാത്രമല്ല, മാമ്പഴം ഒരിക്കലും നാം പാകം ചെയ്യാറില്ല, എന്ന് പറഞ്ഞാൽ കുക്ക് ചെയ്യാറില്ല. കുക്ക് ചെയ്യാതെ കഴിക്കുമ്പോൾ ശരീരത്തിൽ നന്നായി പോഷകാംശങ്ങൾ എത്തുന്നു. ഇത് കൂടുതൽ ശരീരത്തിന് ഗുണം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇത് ദോഷകരമായി മാറാതിരിക്കാൻ നാം ശ്രദ്ധിക്കുകയും വേണം. എന്ന് പറഞ്ഞാൽ, മാമ്പഴം കഴിക്കുമ്പോൾ വളരെ ചെറിയ അളവിൽ മാത്രമേ ഇത്തരം പ്രയാസമുള്ള ആളുകൾ കഴിക്കാനായിട്ട് ശ്രമിക്കാവൂ. 10ാമതായിട്ടുള്ള ഒരു കാര്യം, പ്രമേഹത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന മറ്റൊരു ഫ്രൂട്ടാണ് ചക്ക, ജാക്ക് ഫ്രൂട്ട്. ഇപ്പോൾ ചക്കയുടെ സീസണാണ് വയനാട്ടിലൊക്കെ. അതുകൊണ്ട് ഒത്തിരി ആളുകൾ ചക്ക ധാരാളമായി കഴിക്കുന്നു. ഇവിടെയും നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചക്ക നാം പാകം ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചക്കയിൽ പാകമാകുമ്പോൾ ചക്കപ്പഴത്തിൽ നല്ല മധുരമുണ്ടാകുന്നു, ഗ്ലൂക്കോസിൻ്റെ അളവ് ധാരാളമായി അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ചക്ക കൂടുതൽ ഇഷ്ടമുള്ള പ്രമേഹത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന വ്യക്തികൾ ചക്കപ്പഴം കഴിക്കുമ്പോൾ അളവ് കുറച്ചുകൊണ്ട്, കലോറി കുറച്ചുകൊണ്ട് മാത്രമേ അകത്ത് ഡിപ്പോസിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയാനുള്ള കാര്യം, അക്യുപഞ്ചർ ചികിത്സാ രീതിയിൽ ഇഷ്ടമുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്, പക്ഷേ മിതത്വം പാലിക്കൽ നിർബന്ധമാണ്. ഒരു ഭക്ഷണവും നിങ്ങൾ കഴിക്കരുത്, ഇന്നേ ഭക്ഷണമേ കഴിക്കാവൂ എന്ന് അക്യുപങ്ക്ചർ ചികിത്സാ രീതിയിൽ ഒരിക്കലും നിർദ്ദേശിക്കുന്നില്ല. നമുക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, നല്ല ഭക്ഷണം കഴിക്കാം, പക്ഷേ മിതത്വം പാലിക്കണം. അമിതമായി അകത്തേക്ക് ഡിപ്പോസിറ്റ് ചെയ്യാൻ ഒരിക്കലും അക്യുപങ്ക്ചർ വൈദ്യശാസ്ത്രം അനുവദിക്കുന്നില്ല. താങ്ക്സ് സോ മച്ച്. സീ യു സൂൺ.